ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നല്ല ഏതൊരു തെരഞ്ഞെടുപ്പ് കാലത്തും വ്യാജ വാർത്തകളുടെ ഒഴുക്ക് സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും സ്ഥാനാർത്ഥികൾക്കെതിരെയും രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയുമൊക്കെ വലിയ തോതിലുള്ള വ്യാജ പ്രചരണങ്ങൾ വിവിധ കോണുകളിൽ നിന്നും അഴിച്ചുവിടാറുണ്ട്. എന്തായാലും അത്തരം നീക്കങ്ങൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകളടക്കം നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞു. കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഉടനീളം നിരീക്ഷണം ശക്തമാക്കാൻ 2122 ക്യാമറകളും സ്ഥാപിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനൊരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ. ദൃശ്യ ശ്രവ്യ അച്ചടി മാധ്യമങ്ങളും നിരന്തരം നിരീക്ഷിക്കും. ഇതിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലും ജില്ലാതലത്തിലും മീഡിയ മോണിറ്ററിംഗ് സെല്ലുകൾ പ്രവർത്തിക്കും. പോലീസും ഇത് സംബന്ധിച്ച് നിരീക്ഷണം നടത്തും. വ്യാജ വാർത്തകൾ, പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായ വാർത്തകൾ എന്നിവ കണ്ടെത്തിയാൽ നിയമ നടപടി സ്വീകരിക്കും. പാർട്ടികളും സ്ഥാനാർത്ഥികളും പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന ദൃശ്യശ്രവ്യ പരസ്യങ്ങൾക്ക് മീഡിയ സർട്ടിഫിക്കേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം വേണം. അംഗീകാരമില്ലാത്ത പരസ്യം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനും തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശമുണ്ട്. കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം 2122 ക്യാമറകൾ സ്ഥാപിച്ചു. തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലും ജില്ലകളിലും സജ്ജമാക്കിയിട്ടുള്ള കൺട്രോൾ റൂമുകൾ ദൃശ്യങ്ങൾ നിരീക്ഷിക്കും. ചെക്ക് പോസ്റ്റുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടെത്തുന്നതിനുള്ള വാഹനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്നിവയും തത്സമയം നിരീക്ഷിക്കുന്നുണ്ട്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ ആർഒമാരുടെ നേതൃത്വത്തിൽ സജ്ജമാക്കിയിട്ടുള്ള കൺട്രോൾ റൂമുകളിലും ദൃശ്യങ്ങൾ നിരീക്ഷിക്കാം. ജനം, തിരുവനന്തപുരം.